ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിഗ്രീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് ബർഗർ തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ചീസി ആയിട്ടും സോസി ആയിട്ടുമുള്ള ഒരു ബർഗറാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൻസ്ഡ് ബീഫാണ്. അധികം നെയ്യൊന്നും ഇല്ലാത്ത പീസ് ആയിരിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ ഉണ്ണി ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള വേണ്ട നമുക്കിതിലേക്ക്, മുട്ടയുടെ ഉണ്ണി മാത്രം മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരുന്നത് 200 ഗ്രാം മിൻസ്ഡ് ബീഫാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് 4 ബർഗറിനുള്ള പാറ്റി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കണം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ബീഫ് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴുകിയിട്ട് നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം അരച്ചിട്ടെടുക്കാനായിട്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബീഫ് പാറ്റി ആദ്യം തയ്യാറാക്കിയെടുക്കാം. ബർഗറിനുള്ള പാറ്റി തയ്യാറാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലാണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് കുറച്ച് ബട്ടർ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ പാറ്റി വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലേക്ക് അത് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു അരമണിക്കൂറൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയല്ലേ, അത് സെറ്റായി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ബർഗറിലൊക്കെ ഏറ്റവും നല്ല പോലെ ടേസ്റ്റ് കൂടാനായിട്ട് ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒനിയനാണ്. നമ്മുടെ സാധാരണ സവോള ബട്ടറിലും ഒരിത്തിരി പഞ്ചസാരയിലും ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതും കൂടെ ഈ ബർഗറിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് നല്ല പോലെ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് ഉരുകി കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ബർഗറിനകത്തേക്ക് വെക്കാനായിട്ട് ഏതെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾ എടുക്കുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ ലെറ്റ്യൂസ് ലീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം അതില്ലാന്നുണ്ടെങ്കിൽ സ്പിനാച്ചോ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ലെറ്റ്യൂസ് ലീഫും പിന്നെ ഒരു പച്ചമുളകും കൂടെ നല്ല പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ മയണൈസും ചേർത്ത് കൊടുക്കുക. മയണൈസ് ഏത് ഫ്ലേവറിലെ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റർഡ് പേസ്റ്റാണ്. മസ്റ്റർഡ് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ വരും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസും റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ പാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ സവോള കാരമലൈസ് ചെയ്യാൻ എടുത്ത സെയിം പാനിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബീഫിൻ്റെ പാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് പാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് ചുരുങ്ങി അങ്ങ് പോകും. ബീഫിൻ്റെ പാറ്റി ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോവും. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചീസിൻ്റെ സ്ലൈസ് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ചീസിൻ്റെ സ്ലൈസ് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് ആ ബീഫ് പാറ്റിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം.
അപ്പോൾ ബർഗർ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബർഗറിൻ്റെ ബൺ എടുക്കുക. ബർഗർ ബണ്ണിലേക്ക് നമുക്ക് ആദ്യം മയണൈസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയണൈസ് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഏറ്റവും ബേസായിട്ട് നമുക്ക് ലെറ്റ്യൂസിൻ്റെ ലീഫ്, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾ വെച്ച് കൊടുക്കുക. സ്പിനാച്ച് ആണെങ്കിൽ 1-2 എണ്ണം സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നല്ലപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോയുടെ കഷ്ണം വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ കാരമലൈസ്ഡ് ഒനിയൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിലത്തെ ആ ബണ്ണും കൂടെ വെച്ചിട്ട് ബർഗർ സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചീസി ബർഗർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.